guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ അടിപൊളി ചാലഞ്ച് ചെയ്തു A to Z hide and seek challenge. Guys, അപ്പോൾ ഇന്ന് നമ്മൾ ഈ വലിയ വീട്ടിൽ നിന്ന് A to Z hide and seek challenge ചെയ്യാൻ പോവാണ്. ഇതിന്റെ മുന്നേ നമ്മൾ hide and seek challenge ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷാമിന്റെ വീട്ടിൽ നിന്നാണ് ചെയ്തത്. ഈ വീട്ടിൽ നമ്മൾ പുതുതായിട്ട് ഒരു കിടിലൻ ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാലഞ്ചസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് A to Z hide and seek challenge ആണ്. അതെന്താ കാര്യം എന്ന് വെച്ചാല് ഈ വീട് ഞങ്ങൾക്ക് അങ്ങോട്ട് പരിചയമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ആൽഫബറ്റിൽ വെച്ചിട്ട് എന്തായിരിക്കും എവിടെയായിരിക്കും ചാൻസ് എന്നുള്ള എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആലോചിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഇല്ലതാനും ഇതൊക്കെ എവിടെയാണ് അതിന്റെ സ്പെല്ലിങ്ങുകളൊക്കെ എങ്ങനെ തുടങ്ങുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതായത് എന്റെ വീട്ടിലാവുന്ന സമയത്ത് നമുക്ക് അറിയാം എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ സാധനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഈ വീട്ടിലെ സാധനങ്ങൾ ഒരുപാടില്ല. പൊതുവേ തന്നെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് തല കിട്ടൂല. അപ്പൊ ഒന്നും അറിയാത്തവർക്ക് നല്ല രസമായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ A to Z hide and seek എന്ന് പറഞ്ഞാല് നമുക്ക് A മുതൽ Z വരെയുള്ള ആൽഫബറ്റ്സിൽ ഏത് ആൽഫബറ്റ് ആണോ കിട്ടുന്നത് ആ ആൽഫബറ്റ് വെച്ചിട്ടുള്ള ഏത് സാധനങ്ങളിലും നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ആ ആൽഫബറ്റ് വെച്ച് തുടങ്ങുന്ന ഏത് സാധനവും നമുക്ക് കയ്യിൽ എടുത്തിട്ട് പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ A for അൽമാറ. അപ്പൊ അൽമാറിന്റെ ബാക്കിൽ നമുക്ക് പോയി ഒളിച്ചിരിക്കാം. പക്ഷെ അൽമാറിന്റെ ബാക്കിൽ ഇവിടെ പോയി ഒളിച്ചിരിക്കാൻ പറ്റില്ല, കാരണം അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ചാലഞ്ച് പോകുന്നത്. നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് സമയവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 മിനിറ്റ് സമയമായിരിക്കും ഉണ്ടാവുക. ഇനി ഇൻ കേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതേ ഈ സ്നോ സ്പ്രേ വെച്ചിട്ട് നല്ല അടിപൊളി പണിഷ്മെന്റ് ഉണ്ടാവും. എല്ലാവരുടെ കയ്യിലുണ്ട് സാധനം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആരാണ് എണ്ണേണ്ടത് നോക്കാട്ടോ. ഓക്കെ, ലോട്ട് സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്തോട്ടെ കേട്ടോ. നല്ല ഷഫിൾ ചെയ്തിട്ട് സെലക്ട് ചെയ്തേ. അതാണ് പ്രശ്നം. എണ്ണാനായിട്ടില്ല കേട്ടോ. അവിടെ നിന്നോ. ഓക്കെ, ഇനി നമുക്ക് ആൽഫബറ്റ്സ് സെലക്ട് ചെയ്യാം. ഞാൻ കേൾക്കുവേ, ഞാൻ ആലോചിക്കും സ്ഥലൊക്കെ. സെറ്റ് കിട്ടിയതാണെന്ന് തോന്നുന്നു. ഇത് കുറച്ച് ഈസി ആണല്ലോ. സ്റ്റാർട്ട് ചെയ്യല്ലേ. ഒരു മിനിറ്റ്. 5 എണ്ണി തുടങ്ങിയോ? വെച്ചിട്ട് കിട്ടില്ല. ആ ലോട്ടം കൊണ്ട് ഊരി പോയി. സ്പെല്ലിങ് ഒന്ന് വർക്കയില് മറ്റും സ്പെല്ലിങ് PQ. Your time starts now. 3 മിനിറ്റ് ഉള്ളേ. കുട്ടിക്കൂറ സോപ്പ 30 സെക്കൻഡ് കഴിഞ്ഞു. അയ്യോ, എനിക്കൊന്നും കിട്ടുന്നില്ല. ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഇല്ല, അവിടെ ഉണ്ടാവില്ല. അത് നമ്മൾ ക്ലോസ്ഡ് റൂം. പിങ്ക് അവിടുത്തെ ഒരു തല. പില്ലോ പില്ലോ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ആരും ഉണ്ട്. 2 മിനിറ്റ് ബാക്കിയുള്ളൂ.
32 സെക്കൻഡ് ബാക്കി. ഇനി എവിടെയാ സ്ഥലം ഉള്ളത്? സമയത്തിന് സ്ഥലം കഴിഞ്ഞ്. സീന ചെരുപ്പ് കൊണ്ടുവന്നു. അവളകത്താണ് ചെരുപ്പ് ഇട്ടിരിക്കുന്നത്. 10, 9, 4, 3, 2, 1. ടൈം കഴിഞ്ഞ്. ഇതാ. എത്ര നേരം ഞാൻ തപ്പുന്നു. എവിടെ എനിക്ക് സാക്ഷി. അതിന് ഇവരെ എവിടെ വിളിച്ചത് എനിക്കും അറിയില്ല. ശ്രീ ഷാമി, സമയം കഴിഞ്ഞ്. ഞാൻ ഈ വീട് മൊത്തം അരിച്ചു നോക്കി. എവിടെയാണ് ബാത്റൂമിലിരുന്നു അവിടെ വരെ വന്നിട്ട് ഓള് ബാത്റൂമിൽ സംഭവം എന്താ പറയുക, എനിക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. ഞാൻ ഈ ഷെൽഫ് നോക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ നോക്കുന്നുണ്ട്, കട്ടിലിന്റെ അടിയിലേക്ക് പോവാൻ പറ്റൂല. പിന്നെ ഇവിടെ നന്നായി. ഞാൻ ഈ പില്ലോയും കൊണ്ടിട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കാന്നുള്ളതിന് എനിക്കെന്നെ സ്ഥലം കിട്ടാണ്ട് നടക്കാം. അപ്പോഴാണ് ഇവിടെ എന്റെ പിന്നാലെ വരുന്നത്. ഞാൻ ക്യൂ ആണല്ലോ. അപ്പൊ ശ്രീ എവിടെ പോയി നിൽക്കുന്നു അതിന്റെ പിന്നിൽ ഞാൻ ക്യൂ ആയിട്ട് പോയി നിൽക്കും. അതാ ക്യൂ മനസ്സിലായില്ല. ഓടിയിട്ട് എത്തുന്നില്ല. ശത്രു ഞാൻ ഓടി. ഇതിന്റെ വീടാവുന്ന സമയത്ത് ഇവർക്ക് കറക്റ്റ് സ്ഥലങ്ങൾ അങ്ങനെ ആലോചിച്ച് വെക്കാണ്ടി. ഇവിടെ ആവുമ്പോ അങ്ങനത്തെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത അടുത്ത ശരിക്കും തരാം. ഓക്കെ റെഡി. അടുത്ത ആൽഫബറ്റ് എടുത്തോ. ഞാൻ ഇപ്പൊ തന്നെ എഴുതു നോക്കിക്കോ. ഞാൻ 40 സെക്കൻഡ് ഇത് ആദ്യമായിട്ട് 5ക്ക് ഇങ്ങനെ ഒരു തോൽവിയില്ലേ? നമുക്ക് ആഘോഷിക്കാം. തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇന്ന തോൽവി ഒന്നും പറയാനായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, സ്ഥലം നോക്കേണ്ടത് ആ ആൽഫബറ്റ് എനിക്ക് തരണം. എനിക്ക് വിശ്വാസം വരും. ആൽഫബറ്റ് ഞങ്ങൾ തന്നിട്ട് പോവാട്ടോ. നേരത്തെ അതും കൊണ്ട് നിങ്ങൾ ഓടി. നിങ്ങൾ എവിടെയാ പോയത് ഞാൻ എന്നെ കാണുന്നില്ല. ഞങ്ങൾക്ക് കുളിക്കാൻ സ്ഥലം എനിക്ക് കിട്ടിയത് ഇതാണ് ഗൈസ്. ഇത് വെച്ചോ. എനിക്ക് കിട്ടിയത് ഇതാണ്. റെഡി. 5 തുടങ്ങിക്കോ. 1 2 3 4 5. വെച്ചിട്ട് ഞാൻ എന്തോ ആലോചിച്ചു ഗൈസ്. എനിക്ക് പുറത്തുപോയി. ഞാനിവിടെ അയ്യ വെച്ചിട്ട് ഓരോ തപ്പിയും കൊണ്ടിരിക്കുക. കിട്ടി അയൺ ബോക്സ് എടുത്തിട്ട് നമുക്ക് ഇവിടെ പോയിരിക്കാം. അയൺ ബോക്സ് റെഡി. ഐസ്ക്രീം, ഐപാഡ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓറഞ്ച്, ഓറഞ്ച്, 25 സെക്കൻഡ് ഓൾറെഡി കഴിഞ്ഞ്. എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓറഞ്ച് കളറിലുള്ള എന്തെങ്കിലും പറ്റുമോ? ഇത് ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ ഇരുന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. പക്ഷെ എനിക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല.
ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാൻ എന്തെങ്കിലും അവിടെ വെച്ച് ബാത്റൂമിലേക്ക് പിന്നെയും കയറി. അപ്പൊ അവിടെ ഓറഞ്ച് മൂടിയിരിക്കുന്നു. അതല്ല, ഞാൻ അറിയാതെ പറഞ്ഞു ഈ ബാത്റൂമൊക്കെ തപ്പിയത്. തിരിച്ചു പോകുന്ന അഞ്ചിനെ വിളിച്ച് ബാത്റൂം തപ്പിച്ച് അത് മുഖത്തടിക്കണമെന്നുണ്ടോ? അതിന്റെ മുഖത്ത് ഞാൻ അടിക്കും. അഞ്ചിന്റെ തോൽവി നമ്മൾ ആഘോഷിക്കണത് ഇവിടെ പറഞ്ഞത് ഇവള് അനക്ക് ഇവളത് പിന്നെ മുഖത്തടിക്കാൻ പറ്റില്ല. അങ്ങനെ ഗൈസ് ശ്യാമയാണ് ഈ റൗണ്ടിൽ സീക്കർ ആയിട്ട് നിൽക്കുന്നത്. നേരത്തെ ഭയങ്കര പുച്ഛായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഓളന്നെ ആദ്യം പോയി. ജസ്റ്റ് മിസ് എങ്ങനെ കഴിച്ചില്ലായിരുന്നു എനിക്ക് കൂടി അറിയാം. ഞാൻ ഓറഞ്ചിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ ഓറഞ്ച് ഓർമ്മ ഓസിന്റെ കഷ്ടം തപ്പി കുറച്ച് ബുദ്ധിമുട്ടോ അവിടെ നിക്കേ അതുണ്ടാവും. ഇനി എണ്ണുന്ന സമയത്ത് ഇതിലും ബോറടി ആയിരിക്കും. ഓക്കെ എടുത്തു ഞാൻ നിൽക്കട്ടെ. അടുത്ത് ഐ പോയി, ഓ പോയി, ക്യൂ പോയി, പിന്നെ പി പോയി. ഷാമിയ തുടങ്ങിക്കാം. 1 2 3 4 5 6 7 എനിക്കൊന്നുമില്ല ഗൈസ്. ഒരു സാധനം വെച്ചിട്ടൊന്നുമില്ല. റെഡി. Your time starts now. അടിച്ചിട്ട് കാര്യമില്ല. എക്സ് വെച്ച് ഒളിക്കാൻ പറ്റില്ലെങ്കിൽ തോറ്റ്. 5 ചമ്മി പോയി ഗൈസ്. ഫസ്റ്റ് സാറ്റ് അടിക്കാൻ നോക്കി. ഒരു മിനിറ്റ് 30 സെക്കൻഡ് ബാക്കി. ഫ്രൂട്ട്സ് എടുത്തവിടെ പോയി ഫ്രൂട്ട്സ് താഴെ. ഇവിടെ ഒരു സാധനം മനസ്സിലാവില്ല. എത്ര ഓടിയുടെ കാര്യം ഫ്രൂട്ട്സ് വന്ന് കിട്ടിയത് തന്നെ വാങ്ങിയോ. ഫോം സ്പ്രേയും കൊണ്ട് അടിച്ചിരുന്നതായിരുന്നു. ഫോം സ്പ്രേയും കൊണ്ട് ഫ്രൂട്ട്സിന്റെ ഇടയിൽ പോയിരുന്നു. എന്നിട്ട് കിട്ടി. ഞാൻ ആലോചിച്ചിട്ടില്ല. സാറ്റ് അടിക്കാൻ എത്രയോ സമയം എനിക്ക് മമ്മി അവളെ പുറകില് പൈപ്പ് തുറന്നു വെച്ചോണ്ട് എനിക്ക് സൗണ്ട് ഒന്നും കേട്ടില്ല. എന്തായാലും ആദ്യം ഞാൻ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സിന് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഫ്രൂട്ട്സിന്റെ അടുത്തല്ലേ നിൽക്കുന്നത്. ഫോം സ്പ്രേ
എനിക്ക് ഭയങ്കര മതിലാണ് പണി കിട്ടിയത്. ശരിയാണല്ലോ. എല്ലാരും ഇനി ഞാനല്ലേ? അതെ. ഇതൊരു കഷ്ടം. അല്ല 5 ആണോ ഫസ്റ്റ്? അഞ്ചന്നെ അഞ്ച് പഠിച്ചിട്ടേ ഇല്ലല്ലോ. കഴിഞ്ഞ 3 റൗണ്ടായിട്ട് ഒരാൾക്ക് നല്ല ഭാഗ്യമാണ് ഇതുവരെ. അല്ല എല്ലാ റൗണ്ടിലും ഞാൻ പറയും, ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയണ്ടേ ഇന്ന് എന്തായാലും പിടിക്കും, ഇന്ന് എന്തായാലും പിടിക്കും, ഒക്കത്തിന് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊത്തണ്ടി വന്നിട്ടില്ല ഭാഗ്യം. ഓക്കെ സെലക്ട് ചെയ്യാം. അനക്കൊന്നുമില്ല. നല്ലൊരു അനങ്ങുന്നുണ്ട്. ഓക്കെ 5 തുടങ്ങിയോ? 1 2 3 4 5 6 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 60. വരട്ടെ? Ready? Oh, your time starts now. B for voltage. E for elephant. Elephant ഒന്നുമില്ല ഇവിടെ. Electronic. E for fan. B for venue. സ്വന്തം കാറിന്റെ മറന്നുപോയി. അപ്പൊ E for ഷാമി. E for ഷാമി. എന്തെങ്കിലും പറയാ. എല്ലാ വാതിലും മുട്ടി നോക്കല്ലേ. ഹായ് സുഖാണോ? എന്തിനാണ് പിടിച്ച്? ഓ എഗ്ഗാണോ? എന്ത് രസം. ഞാനേ ശ്രീ സാറ്റ് അടിക്കുന്നതിന് മുന്നേ ഇവിടെ വന്ന് സാറ്റ് അടിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നീങ്ങി. അപ്പൊ അതിന്റെ സൗണ്ട് കൂടി ശ്രീ വന്ന് സാറ്റ് അടിച്ചു. പോകാൻ പറ്റില്ല. ഇനി ഞാൻ തന്നെ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പിടികിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ വഴുതി വഴുതി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് കുറച്ച് ദിവസമായിട്ട് ഗ്രൂപ്പിൽ മുടിയിലുള്ള ഡിസൈൻ ഒന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കാണാം. അങ്ങനെ അടുത്ത റൗണ്ടിൽ ഞാൻ വിജയകരമായി തന്നെ ഞങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിലെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ലെറ്റർ കിട്ടിയാൽ മതി. അതാണ് എനിക്കും ആഗ്രഹം. കിട്ടിയോ? ഷാമി തുടങ്ങിയോ? 1 2 3 4 5 6 7 8 നോക്കിക്കുന്നു. റെഡിയാണോ? റെഡി. ഓക്കേ, ലെറ്ററാ. ഇതിന്റെ ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ്. ഇതിൽ ആരെങ്കിലും കണ്ടുപിടിച്ചതിന് ശേഷം വിരമിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. Your time starts now. കണ്ടുപിടിക്കണം വിചാരിക്കാം. ശ്രീകടാന്ന് ആപ്പിൾ. മാറി 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 മാറി.
അവള് ബാത്റൂമില്ല. അല്ല അവളായിട്ട് ചിലപ്പോ ശരീരത്തിന്റെ ഉള്ളിൽ കയറി കയറാം. ഒരു മിനിറ്റ് കഴിയാറായ. എനിക്കൊന്നും കിട്ടുന്നില്ല. ഈ ബാത്റൂം എപ്പോഴും തുറന്നിടും. വെറുതെ പേടിക്കാൻ. ചേച്ചി. ഇവിടെ. 1.5 മിനിറ്റ് ബാക്കി. ഒരു മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. പുരുഷകൾക്ക് യുദ്ധമൊന്നും ഇല്ലേ? അയ്യോ വളെ പിന്നാലെ ഓടിയിട്ട് ഞാൻ സൈഡായി. ആണ്ട് പൗഡർ ഒന്നും കിട്ടിയില്ല. എവിടെ വിളിച്ചെന്ന് ചോദിക്കും. ബാത്റൂമില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓടിക്കണം വിചാരിച്ച സ്ഥലം എന്നെ വെച്ച് വാർഡ്രോബ് എഴുതാന്ന് പറഞ്ഞു. ഇല്ല. ഞാൻ തിരിഞ്ഞാണ് പേടിച്ചേ. അതിന്റെ ഉള്ളിലുണ്ട് ഒരാളിരിക്കുന്നത്. എനിക്ക് സുഖമായി ഇരിക്കാൻ പറ്റുള്ളൂ, നല്ല സുഖമായിട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇത് തോൽവിയായി പോയി. അതില്ലേ ഞാൻ എന്താ വിചാരിച്ചത്, ഇപ്പോൾ ആ ഒന്നെങ്കിൽ ഏതെങ്കിലും ബാത്റൂം പോകുന്ന സമയത്ത് ചാടി ഇറങ്ങിയിട്ട് വന്ന് സൈറ്റ് അടിക്കണം, അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത്. പക്ഷെ കാലുള്ളിൽ കുടുങ്ങി കിടക്കല്ലേ, ഇറങ്ങാൻ പറ്റില്ല. അതെനിക്ക് ഇറങ്ങാൻ പറ്റില്ല. പൗഡറാണ് കയ്യിലെടുത്ത് പോയി ഒടിച്ചത്. പക്ഷെ എനിക്കൊരു കാര്യം ഉണ്ടോ, ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്ന് വിരമിക്കും ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചിട്ട് വിരമിക്കണം. അതെ, നല്ല തളർന്നിരിക്കുന്ന രണ്ടാളും കൂടി ഓടിയിട്ടും കണ്ടുപിടിച്ചിട്ടും ഇന്നെ കണ്ടുപിടിച്ചിട്ടും ഞാൻ കണ്ടുപിടിച്ചിട്ട് എനിക്ക് മതി. സല്ലിനോട് ചോദിച്ചു, ഞാൻ ആ ബാൽക്കണിയിൽ താഴെയുള്ള ഓടിന്റെ ആ ഓടിന്റെ മുകളിൽ ഇറങ്ങിക്കിട്ടെ. അതായിരുന്നു ഇവളിന്നെ കണ്ടുപിടിക്കൂലായിരുന്നു. അടുത്ത വീഡിയോയിൽ ആറേപ്പ് ഇല്ല, അവിടുന്ന് ഉരുണ്ടും കൊണ്ട് പോയിരുന്നു. നേരെ ഉരുണ്ട് വീഴുന്നത് വന്ന് അങ്ങനെ കഴിച്ച് വിജയകരമായി നമ്മൾ ഈ ഹൈഡ് ആൻഡ് സീക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു പ്ലേറ്റ് ചോറ്. ഉണര് ഇപ്രാവശ്യം ഞാനും അഞ്ചി അങ്ങോട്ടും ടയർഡായില്ലേ? കൂടുതൽ 5. ഓ ഞാനും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഈ വീട്ടിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ഗൈസ്. അപ്പൊ അതുവരേക്കും ദിസ് ഇസ് അഞ്ജിത, ദിസ് ഈസ് ഷാമിയ.